ജീവനും ജീവിതവും ആരോഗ്യമേഖലയ്ക്ക് നൽകിയിട്ടും പണിയെടുക്കുന്ന വർക്കർമാരെ സർക്കാർ അവഗണിക്കുന്നുവെന്ന പരാതി. രാപ്പകൽ പണിയെടുക്കുന്ന 27,000-ഓളം ആശാവർക്കർമാർക്ക് ലഭിക്കുന്ന തുച്ഛമായ വേതനം പോലും ലഭിച്ചിട്ട് 3 മാസമായി. വേതനം കുടിശ്ശിക തീർത്ത് ഉടനടി നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കഴിഞ്ഞ 17 വർഷമായി ആരോഗ്യമേഖലയ്ക്ക് വേണ്ടി രാപ്പകൽ പണിയെടുക്കുന്ന 20,000-ഓളം ആശാവർക്കർമാർക്കാണ് തുച്ഛമായ ശമ്പളം പോലും നിഷേധിക്കപ്പെടുന്നത്. കഴിഞ്ഞ 3 മാസമായി ആശാവർക്കർമാരുടെ വേതനം കുടിശ്ശികയാണ്. ഈ സാഹചര്യത്തിലാണ് ജീവനും ജീവിതവും ആരോഗ്യമേഖലയ്ക്ക് നൽകിയിട്ടും പണിയെടുക്കുന്ന ആശാവർക്കർമാരെ അവഗണിക്കുന്ന സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സേവന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് 5 വർഷത്തോളം ഞങ്ങളെ ഒരു പൈസ പോലും തരാതെ ആദ്യത്തെ 5 വർഷം ഞങ്ങളങ്ങനെ ജോലി ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നാണ് 300 രൂപ വീതം തുടങ്ങി ഇന്ന് 7,000 രൂപ വരെ ഓണറേറിയം എത്തി അങ്ങനെ നിൽക്കുകയാണ്. ഈ തരുന്ന പൈസ ക്രൈറ്റീരിയ അനുസരിച്ചാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായ മാസങ്ങളിലോ ഞങ്ങൾക്ക് കിട്ടാറില്ല. ഇപ്പം തന്നെ 3 മാസത്തെ ഓണറേറിയം ഇൻസെൻറ്റീവ് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. അതിനോടൊപ്പം തന്നെ 62 വയസ്സ് പ്രായമായ ആശാവർക്കർമാരെ പിരിച്ചുവിടുന്നു. അത് പലയിടത്തുനിന്നും പിരിച്ചുവിട്ട് കഴിഞ്ഞു. 2024 ജനുവരിയിൽ വന്ന ഉത്തരവനുസരിച്ച് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് 18 വർഷത്തോളം ഇത്രയും ഈ ആരോഗ്യ മേഖലയിൽ കിടന്ന് രാപകലന്നെ കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഇപ്പം പിരിച്ചുവിടുന്നെന്ന് പറയുമ്പം ഒരു പൈസ പോലും ഇല്ലാതെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. കുടിശ്ശിക തീർത്ത ഉടനടി പണം നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ 62 വയസ്സിൽ ആശമാരെ പിരിച്ചുവിടാനുള്ള 2022 മാർച്ച് 2 ഉത്തരവ് പിൻവലിക്കുക, അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് സമരം. ഈ കേരളത്തിൽ ഞങ്ങൾ 27,000 ആശാ വർക്കേഴ്സ് ഉണ്ട്. അതല്ല ഇപ്പൊ ഈ സമരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരുന്നുണ്ട്. നാളെയും മറ്റന്നാളും രാത്രികളിലൊക്കെ ആയിട്ട് ആശാ വർക്കേഴ്സ് ഈ ഒരു സമരത്തിൽ പങ്കെടുക്കും. ഞങ്ങൾ എല്ലാവർക്കും നിവേദനം കൊടുത്തതാണ്. DHSC, MO എല്ലാവർക്കും ഞങ്ങൾ നിവേദനം കൊടുത്തതാണ്. സെക്രട്ടേറിയറ്റിൽ ഞങ്ങളെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെല്ലാം വരികയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻസെന്റീവ് ഓണറേറിയം ഞങ്ങൾക്ക് 3 മാസമായി കിട്ടിയിട്ട് അതും കൂടി ഈ ഒരു സമരത്തിൽ ഞങ്ങൾക്ക് നേടിയെടുക്കണം. വകുപ്പ് മന്ത്രിക്കും ധനമന്ത്രിക്കും പല തവണകളിലായി നിവേദനം നൽകിയിട്ടും തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇവർ നീങ്ങിയത്. ജനം, തിരുവനന്തപുരം.